അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എന്റെ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഈ ഒരു ലുക്കാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എന്റെ ഡോവിന്റെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പൊ ഇതാ ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ രണ്ടാമതായിട്ട് എടുക്കുന്നത് എന്റെ ബ്ലൂ ഹെവന്റെ കോമ്പാക്ട് ആണ്. ബ്ലൂ ഹെവന്റെ കോമ്പാക്ട് ഇടുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചു, ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതെന്റെ പുതിയ പിക്സ്മീന്റെ ബ്ലഷ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് ആദ്യം രണ്ട് ചീക്സിനും ചിന്നിനും പിന്നെ അതിന്റെ കൂടെ നോസിനും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഞാൻ എന്റെ കോമ്പാക്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായി നമ്മൾ ബ്ലഷ് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് കോമ്പാക്ട് കേട്ടോ. നേരെ തിരിച്ചിട്ട് എല്ലാവരും ചെയ്യാറ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ബ്ലൂ ഹെവന്റെ എന്റെ കളർ ടോണിനുള്ള കോമ്പാക്ട് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ കളർ ടോണിലുള്ള അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ കോമ്പാക്ട് ഇടുമ്പോൾ ഞാൻ ഫേസിന് മാത്രമല്ല കേട്ടോ, നെക്കിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് ഒരു ബാലൻസിങ് ടോൺ ആയിട്ട് എനിക്ക് തോന്നാറ്. അപ്പൊ ഇതൊരു ഗസ്റ്റ് ലുക്ക് ആയതുകൊണ്ട് ഞാൻ വലിയ ഇതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കോമ്പാക്ട് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ ഫേസിനും നെക്കിനും ഒക്കെ ഞാൻ കോമ്പാക്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇടാൻ പോകുന്നത്, ഇനി ഞാൻ ഇടുന്നത് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇവിടെ സ്വിസ് ബ്യൂട്ടിന്റെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാണ്ട് ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കിന്റെ ബ്രഷിനെ കൊണ്ട്, അതായത് കഴിഞ്ഞ ഒരു ലിപ്സ്റ്റിക്കിന്റെ ബ്രഷിനെ കൊണ്ടാണ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുള്ളത്, ഒരു ബേബി പിങ്ക് ഷെയ്ഡ് എന്ന് വേണ്ടി പറയാം. അത് ഇട്ടതിന് ശേഷം ഞാൻ ഇനി ഐലൈനർ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഐലൈനർ വരയുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ? ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ ഹെവന്റെ ഐലൈനർ തന്നെയാണ്. ബ്ലാക്ക് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ആണിത്. എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും ഇപ്പൊ ഞാൻ ബ്ലൂ ഹെവന്റെ കേട്ടോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഐലൈനർ വരുന്നതിന് ശേഷം ഞാൻ ഒന്ന് ഐബ്രോസ് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവന്റെ തന്നെ ഐബ്രോ പെൻസിൽസ് ആണ്. അതിന്റെ കൂടെ തന്നെ ബ്രഷ് വരുന്ന മോഡലാണ് കേട്ടോ. ആദ്യം ഒന്ന് പെൻസിലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കിയതിന് ശേഷം അത് ബ്രഷിനെ കൊണ്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് കണ്ണിൽ മഷി ഇടാന്നൊക്കെ പറയില്ല, അതുപോലെ ഞാൻ മഷിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് കണ്ണിൽ കാജൽ ഇട്ട് കൊടുക്കാന്ന്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ബ്ലൂ ഹെവന്റെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബ്ലാക്ക് പെൻസിൽ ആണ്. അപ്പൊ ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഒരു ഡ്രസ്സ് കേട്ടോ ഇടുന്നത്. ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയത് സുഡിയോന്നാണ്. ഡ്രസ്സ് സ്കേർട്ട് ആൻഡ് ടോപ്പ് സുഡിയോന്ന് തന്നെ വാങ്ങിയത്. ഈ ബെൽറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു മിന്ത്രയെന്നാട്ടാ തോന്നുന്നു വാങ്ങിയത്. അപ്പൊ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്താലോ? അപ്പൊ ഞാനിതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഹെയറിന്റെ കോളം കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഇതൊന്ന് ഹെയർ ഡ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ എന്റെ ഹെയർ ഇവിടെ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് കോംബ് വെച്ചിട്ട് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് മുടി കെട്ടി വെക്കാനാണ് എന്റെ പ്ലാന്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെ മുടി കെട്ടുന്നതെന്നുള്ളത്. നോർമലായിട്ട് തന്നെയാണ് കേട്ടോ കെട്ടുന്നത്. ഇപ്പൊ മുടി കെട്ടി വെച്ചതിന് ശേഷം കുറച്ചും കൂടി മുമ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബിന്ദി വെക്കാനാ പ്ലാന്. ഞാനിവിടെ സ്റ്റിക്കർ പുട്ടിന് പകരം ഞാൻ വെച്ച് കുങ്കുമത്തിനെ കൊണ്ട് ചെറിയൊരു ഡോട്ട് മാത്രം വെച്ച് കൊടുക്കാം, റെഡ് കളറിലത്. അപ്പൊ ഞാൻ ബിന്ദി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇയറിങ്സ് ചെയ്തിടുന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. കുറെ ഇയറിങ്സ് ഒക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു ഗോൾഡൻ ഇതാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏതാ ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്ന്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഇയറിങ്സ്? ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതോ ഫസ്റ്റിലേത്തെ ആണോ? കമന്റിൽ പറയണേ. അപ്പൊ ഞാൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ പോകാൻ പോകുമ്പോൾ ഷൂഡേ വേണ്ടു. അതിന് മുന്നേ ഞാനൊന്ന് പെർഫ്യൂം അടിച്ചിട്ട് സെറ്റ് ആകുന്നുണ്ട്. എനിക്ക് പെർഫ്യൂം നിർബന്ധം കേട്ടോ വെളിയിൽ പോകുമ്പോൾ. അപ്പൊ ഞാൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഒരു ഗസ്റ്റ് ലുക്ക്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ പോകേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലുക്ക് ആണ്. അപ്പൊ ഞാൻ എന്റെ കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ. ഇനി നമ്മൾ അവിടെ പോയിട്ടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം. അപ്പൊ ബർത്ത്ഡേ ആരെയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോന്റെ ആണ് ബർത്ത്ഡേ. അതായത് കസിൻ ബ്രദറിന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കാണ്. ഇതാണ് കേട്ടോ ബർത്ത്ഡേക്കാരൻ. അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോന് പകരം ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമുക്ക് അവിടെ പോയി അവരെ കൂടെ ഒരു ഫോട്ടോ എടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് ബർത്ത്ഡേ ബോയ്. അച്ചാച്ചന്റെ കൂടെ ബോളിനെ കൊണ്ട് കളിക്കുക കേട്ടോ. അച്ചാച്ചൻ എന്ന് പറഞ്ഞപ്പോ ബർത്ത്ഡേ ബോയിന്റെ അച്ചാച്ചനാട്ടോ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ മാമനാണിത്. അപ്പൊ ബാക്കിയുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് കൂടി ഞാൻ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന്റെ സെറ്റപ്പ് ഇതായിരുന്നു ഉണ്ടായത്. അപ്പൊ വാവിന്റെ പേരെന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ കേക്ക് കട്ടിങ്ങിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്ലാനും വർത്താനവും ഒക്കെ ആയിട്ട് ഗോസിപ്സ് എല്ലാം ആയിട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്ന 2-3 ക്ലിപ്പിംഗ്സും കൂടി ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഫുഡ് കാണിച്ചു തരാം കേട്ടോ.
ഇത് എല്ലാവരും സംസാരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ഞാൻ കുറച്ച് ഷോർട്സ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. ഈ രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടോ, ഇത് എന്റെ മാമിമാരാ കേട്ടോ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ മാമന്മാരെ വൈഫ്, ഇത് ഏട്ടന്മാരാണ്. അപ്പൊ എല്ലാരും വിശദമായിട്ട് പരിചയപ്പെടാൻ എല്ലാവരും ഒറ്റക്കൊറ്റക്കായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ട് എടുത്ത കുറച്ച് ക്ലിപ്പിംഗ്സ് കേട്ടോ. എല്ലാവരും സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ള തിരക്കാണ്. അതിന്റെ നടുക്ക് ഞാൻ എന്റെ ചോട്ടൂസിന്റെ കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ ഹസ്ബൻഡിന്റെ വേറൊരു ഏട്ടനാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ആശൻ പോസ് ചെയ്ത് തരുന്നതാണ് എനിക്ക്. ഇത് വേറൊരു ഏട്ടനും വൈഫാണ്. ഏകദേശം ഞാൻ എല്ലാരെയും കവർ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഒരു ഊഹം. ഏകദേശം എല്ലാം മുഴുവനായിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ബർത്ത്ഡേ കാര്യം ടയർഡായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. ബർത്ത്ഡേ ബോയിനെ എടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ കസിനാ കേട്ടോ. ഇതും എന്റെ ഹസ്ബൻഡിന്റെ കസിൻസ് ആണ്. ഇതാണ് ബർത്ത്ഡേ ബോയിന്റെ പപ്പ. അപ്പൊ അതിന്റെ നിലയ്ക്ക് ചോട്ടൂസ് എല്ലാവരും കൂടി അവിടുന്ന് സ്റ്റേജിന്റെ അവിടുന്ന് ബലൂൺസിനെ കൊണ്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഏട്ടന്റെ മോനാണ്, എന്റെ മോന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അവർ പറയുന്നത് എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റിന്റെ അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ അവിടെയുള്ള ഡയലോഗ്സ് ഒന്നും ഇടാൻ കേട്ടോ. അതിനുശേഷം കുട്ടികൾ കളിക്കുന്നതും ബലൂൺ എടുത്ത് കളിക്കുന്നതും ഒക്കെ വീഡിയോസ് ഒക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഗസ്റ്റ് ഒക്കെ ഏകദേശം പോയതിനു ശേഷമാണ് ഇവരൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഫുഡ് കാണിച്ചു തരാം. ഇവർ കഴിച്ചുകൊണ്ടിരിക്കട്ടെ, അവിടുന്ന് നമുക്ക് ഫുഡ് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല. ഇതായിരുന്നു ഒരു മെനു അവിടെ ഉണ്ടായിട്ടുണ്ടായത്. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഹാളിന്റെ ഒരു ഫുൾ വ്യൂവും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ എന്നുള്ളത് കമന്റിൽ പറയാൻ മറന്നു പോണേ. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡിന്റെ കൂടെ ഞാൻ അവിടെ പോയ ക്ലിപ്പിംഗ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫുൾ ഹാളിന്റെ ഒരു വ്യൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ ഇതിന്റെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.